എന്താ അഖിലേ പരിപാടി? ഒന്നുമില്ലടാ, ജിൻസിനെ കൂട്ടാൻ വന്നതാ. പരിഹാരത്തൊരു ഫുട്ബോൾ മത്സരം ഉണ്ടോ, നീ വരുന്നോ? ഏയ് ഞാനില്ലടാ. ഓ, നീ കെട്ടിയോളം സായം തൂങ്ങി നടന്നോ? യഥാർത്ഥ സ്നേഹം എന്താ ഇവനൊന്നും അറിയത്തില്ല. ചേട്ടാ വരേക്കാതെ ഇരിക്കായിരിക്കും. നീ പോടാ പോടാ പണുണി. നിന്നെ ഞാൻ പല പണിക്കും പോട്ടെ, വെറുതെ ഇരിക്കാതെ. പണിക്ക് അതൊന്നും ശരിയാവത്തില്ല. ജിൻസി, ജിൻസി, എത്ര നേരം ഞാൻ കാത്തു നിൽക്കുന്നേ? എന്താ ജിൻസി താമസിച്ചേ? ഒന്നും പറയണ്ട, ബസ്സില്ലായിരുന്നു. എന്നാ ഓട്ടോറിക്ഷയ്ക്ക് പോരാൻ മേലായിരുന്നോ? സ്റ്റാൻഡിൽ നിന്ന് ഒറ്റ ഓട്ടോ ഇല്ലാന്നേ. കാത്തിരുന്ന് ഞാൻ മടുത്തു. എന്തിനെങ്ങനെ കാത്തിരിക്കുന്നേ? ഞാൻ അങ്ങോട്ട് വന്നോളില്ലേ? അയ്യോ, അപ്പൊ കൊച്ചൊറ്റയ്ക്കാവില്ലേ? എന്തേലും കണ്ട് പേടിച്ചാലോ? എന്റെ പൊന്നിച്ചായ, ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ. ഞാനിപ്പോ ശല്യായല്ലേ? ജിൻസി, എന്നോട് പിണങ്ങല്ലേ? അതല്ല, എന്തിനാ നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നേ? ഇച്ചായന് വല്ല ജോലിക്കും പൊക്കൂടെ? ഞാൻ ജോലിക്ക് പോയാ നിന്നെ കൂട്ടാൻ ആരാ വരിക? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? അതല്ലെന്നേ, നോക്ക്, ഇത് കാട് പിടിച്ച വഴിയാ. ഓ, അതിനെന്താ, എന്നെ ആരും പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ഇപ്പോഴത്തെ കാലം വല്ലാത്ത മോശമാ, നമ്മള് പേടിക്കണം. ജിൻസി, എന്താ? എനിക്കൊരു 50 രൂപ വേണം. എന്തിനാ പൈസ? മുടി വെട്ടിക്കണം. എന്റെ പൊന്നിച്ചായ, എന്തിനാ ഇങ്ങനെ തരം താഴ്ന്നേ? വല്ല ജോലിക്കും പോ. അതൊന്നും എന്നോട് പറയണ്ട. കല്യാണ ദിവസം അച്ഛൻ പറഞ്ഞ മറന്നുപോയി. എന്താ? നീ ഉണ്ടില്ലേലും അവനെ ഉണ്ണിപ്പിക്കണം, നീ ഉടുത്തില്ലേലും അവനെ ഉടുപ്പിക്കണം. പിന്നെ ഞാൻ പൈസ ചോദിക്കുന്നില്ല, എന്താ തെറ്റ്? അവനെന്നല്ല, അവളേന്നാ. ജിൻസി പ്ലീസ്, പൈസ താ. ഇന്ന് തന്നെ എനിക്കൊന്ന് തിന്നാൻ മേടിക്കാൻ. എന്റെ പൈസ ഇല്ലായിരുന്നു. നാളെ എനിക്കൊരു 30 രൂപ കൂടി തരണേ. എന്തിനാ? മുടി വെട്ടാൻ പോകുമ്പോ ചായ കുടിക്കാനാ. ഓ, എന്റെ ഒരു തലവിധി. ജിൻസി പോവല്ലേ? ജിൻസി. കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നവർ ഇന്നുമുണ്ട്. ഇച്ചായ, ഇച്ചായ. അയ്യോ, എന്റെ പറ്റ കടിച്ച്. ഇച്ചായ, ഞാനാ. നീയായിരുന്നോ? അതെ, പട്ടി വല്ലാണ്ട് കുരയ്ക്കുന്നു, ഒന്നിറങ്ങി നോക്കിയേ. ഞാനോ? പിന്നെ ഞാനാണോ പോണ്ടേ? അത് വല്ല പൂച്ചയായിരിക്കും. ഇന്നാ പോയി നോക്കിയേച്ചെന്നേ. നീയും വാ. തന്നെ പോയാ മതി. പ്ലീസ് ജിൻസി. എന്തിനെങ്ങനെ ആണാന്ന് പറഞ്ഞ് നടക്കുന്നേ? ഇത്രയും പേടിത്തൊണ്ടനാവല്ലേ? പേടി ഉണ്ടായിട്ടല്ല, ചെറിയൊരു ധൈര്യത്തിനാ. പ്ലീസ് ജിൻസി, വാ. ഇജയ, അവിടെയാ പട്ടി ഉരയ്ക്കുന്നത്, അവിടെ പോയി നോക്ക്. ഞാൻ പോകത്തില്ല. എന്നാ സൈഡിലൊന്ന് പോയി നോക്ക്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. നീ ഒറ്റയ്ക്ക് അകത്ത് കിടക്കേണ്ടി വരില്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ ആരുമില്ല, നമുക്ക് അകത്ത് പോയി കിടക്കാം. ടാറ്റാ.
ഇങ്ങനെയുള്ള വ്യക്തികൾ തിരുത്താൻ തയ്യാറായാൽ മാത്രമേ അവരുടെ കുടുംബജീവിതം ധന്യമാകൂ.